ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്കും പരിശുദ്ധ കൃപാസനം പ്രസാദപര മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജീൻ മേരി. ഞാൻ എറണാകുളം സൗത്ത് ചിറ്റൂർ ഹോളി ഫാമിലി ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് 7 വർഷമായി ജോലി ചെയ്യുന്നു. എൻ്റെ സൗദി കൗൺസിൽ റിന്യൂവൽ അവിടുത്തെ ലൈസൻസ് ആദ്യകാലങ്ങളിൽ റിന്യൂ ചെയ്യാൻ കൊടുത്തപ്പോഴും അന്ന് കോവിഡിൻ്റെ സമയമായതുകൊണ്ട് കുഴപ്പമില്ലാതെ ആപ്ലിക്കേഷൻ വിട്ട അന്ന് തന്നെ റിന്യൂ ചെയ്ത് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുതുക്കലിന് ഞാൻ റിന്യൂ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അത് റിജക്ഷനാണ് വന്നത്. അത് ആദ്യം എനിക്ക് മനസ്സിലായില്ല. രണ്ടാമതും വിട്ടു, അതും റിജക്ഷൻ. മൂന്നാമതും വിട്ടു. അത് കഴിഞ്ഞാണ് മനസ്സിലായത് എൻ്റെ സർട്ടിഫിക്കറ്റിൽ സ്പെഷ്യാലിറ്റി എന്നുള്ള സ്ഥലത്ത് നേഴ്സിംഗ് എന്നുള്ളതിന് പകരം മിഡ് വൈഫറിയാണ് കിടന്നിരുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചുകൊണ്ടാണ് ഇവർ റിജക്ഷൻ വിട്ടുകൊണ്ടിരുന്നത്. അതിനാണെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്ഥലമായിരുന്നു. ഞാൻ ICU നേഴ്സാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പല ഏജൻസികളും കോൺടാക്റ്റ് ചെയ്തു. അവരും ആപ്ലിക്കേഷൻ വിട്ടു, റിജക്ഷൻ വന്നു. അങ്ങനെ ഒന്നും അറിയാതെ ഞാനിങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥനയിൽ ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അവളും ഉടമ്പടിയിലാണ്, അവൾക്ക് ഒരു വ്യക്തിയുടെ നമ്പർ എനിക്ക് തരണമെന്ന് തോന്നി. ആ വ്യക്തിയുടെ നമ്പർ എനിക്ക് തന്നു. ഞാൻ കോൺടാക്റ്റ് ചെയ്തു. അതൊരു മലയാളിയായിരുന്നു. ആ വ്യക്തി എനിക്ക് വേറൊരു നമ്പർ തന്നു. അതിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അത് ഒരു അറബിയായിരുന്നു. ഞാൻ റിയാദിലാണ് വർക്ക് ചെയ്യുന്നത്. ആ അറബി ദമാമിലുമായിരുന്നു. ആ വ്യക്തി എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഞാൻ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായി എനിക്ക് ഗൈഡൻസ് തന്നു. ഞാൻ 4ാമതും ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി ഉടമ്പടി നൊവേന കൂടാനായിട്ട്. ഞാൻ നൊവേന ആരംഭിച്ചു. ഭക്തിപൂർവ്വം ഞാൻ കരഞ്ഞ് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് നൊവേന കൂടും. 7 മണിയാകുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. കുർബാന ഓൺലൈൻ കൂടും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 8ാം ദിവസമായപ്പോൾ എനിക്കറിയില്ല, അത് എനിക്ക് എക്സാം എഴുതണമെന്ന് പറഞ്ഞായിരുന്നു. പ്രോമെട്രിക്ക് 2ാമത് എക്സാം എഴുതണം ഇത് തിരുത്തണമെങ്കിൽ. അങ്ങനെ എക്സാം എഴുതാതെ തന്നെ എനിക്കിത് 8ാം ദിവസം എനിക്ക് റിന്യൂ ആയി സർട്ടിഫിക്കറ്റ് വന്നു. അതുകൂടാതെ 1 മണിക്കൂറിന് ശേഷം ഇത് തിരുത്തിയുള്ള സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടി. അതാണ് എൻ്റെ ഒരു സാക്ഷ്യം. 2ാമത് ഉടമ്പടി നൊവേനയുടെ സാക്ഷ്യമായി, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായി എന്നെ മാറ്റിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്ക് മാതാവ് തന്ന ഭവനത്തിനെ ഓർത്ത്. അപ്പോൾ ഞങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലമാണുള്ളത്. അന്നേരം ഞങ്ങൾക്ക് കാർ പാർക്കിങ്ങോടെയാണ് വീട് വെച്ചതെങ്കിലും അത് കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും മനസ്സിൽ ആലോചിക്കും, വീടിൻ്റെ മുമ്പിൽ ഒരു സെൻറ്റ് സ്ഥലമെങ്കിലും കാർ ഇടാനായിട്ട് തരണമെന്ന്. ഞാൻ അങ്ങനെ മനസ്സിലെപ്പോഴും വിചാരിക്കുന്നേ ഉണ്ടായുള്ളൂ. പക്ഷേ 1 വർഷത്തിനുള്ളിൽ തന്നെ മാതാവ് ഞങ്ങളുടെ ഫ്രണ്ടിൽ അത് അങ്ങനെ ഒരു പറമ്പ് സ്ഥലം ഉണ്ടായിരുന്നു. അത് വിൽക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായില്ല. പെട്ടെന്നായിരുന്നു അത് കൊടുക്കണമെന്ന് അതിൻ്റെ ഓണർ തീരുമാനിച്ചത്. ഞാൻ ചുമ്മാ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒന്ന് ചോദിച്ചു നോക്കാൻ. അത് വീട് പണി കഴിഞ്ഞതുകൊണ്ട് പൈസക്ക് ഒരു വഴിയും ഉണ്ടായില്ല. എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞു, മാതാവിൻ്റെ ഉടമ്പടിയിലാണല്ലോ. അങ്ങനെ ചോദിച്ചു. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്തു. 3 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഈ 1 വർഷത്തിനുള്ളിൽ തന്നെ വീട് പണി ശേഷം വാങ്ങിക്കാൻ പറ്റി. കാർ ഇടാനൊക്കെ ആയിട്ട് അത് വീടിൻ്റെ ഫ്രണ്ടിലിരുന്നാലും ഞങ്ങൾക്ക് കാണാം. അതുപോലെ അതും ദൈവത്തിന് നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമെന്നാണ് എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ മകൻ ഹാവിൻ. അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ഉടമ്പടിയിൽ നൊവേനയിൽ നിയോഗത്തിൽ ഞാൻ എഴുതിയൊരു നിയോഗമായിരുന്നു. ഇവന് ഹിന്ദി മലയാളം ഭയങ്കര വീക്കായിരുന്നു. എക്സാമിനെല്ലാം 1ഉം 2ഉം മാർക്കൊക്കെയാണ് കിട്ടിയിരുന്നത്. ഞാൻ ഇവിടെ ഇല്ല, ട്യൂഷന് പോവും. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ ആരും പഠിപ്പിക്കില്ലല്ലോ. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചു. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ എഴുതിയായിരുന്നു, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വെച്ചു. ഞാൻ മാതാവിൻ്റെ കൃപാസന പത്രം എടുത്ത് കൈ കൊടുത്തു, വായിക്കാൻ പറഞ്ഞു. അത് വായിച്ച് നീ ശ്രമിക്കുക, മാതാവ് നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. ഈ കൊച്ചു അത് വായിക്കാൻ ശ്രമിക്കും. പെറുക്കിയാണെങ്കിൽ ആദ്യം വായിച്ചു തുടങ്ങി, പിന്നെ അത് പഠിക്കാൻ തുടങ്ങി. അവന് ബുക്കുകൾ കണ്ടാൽ വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തുടങ്ങി. ഇപ്പോൾ എക്സാമിനെല്ലാം പാസ്സാകാൻ തുടങ്ങി. 1ഉം 2ഉം കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മലയാളത്തിനൊക്കെ പാസ്സാകാൻ തുടങ്ങി. അതും ദൈവത്തിന്, മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ, അവനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയെ ഉയർത്തിയതിനെ ഓർത്ത്. കൂടാതെ ഭൗതികവും ആത്മീയവുമായ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായി വന്നത് തന്നെ 2019 മുതൽ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരു അലർജി രോഗമുണ്ടായിരുന്നു. 10 വർഷത്തിന് മേലെയായിരുന്നു. പല ഫുഡുകളും, എനിക്ക് ചില ഫുഡുകൾ കഴിക്കുമ്പോൾ ചുണ്ടും കൈയൊക്കെ തടിച്ച്
ചൊറിഞ്ഞ് പൊട്ടുമായിരുന്നു. ഈ കൈയുടെ ഉള്ളം കൈയിൽ ചൊറിഞ്ഞിട്ട് അത് ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ നഴ്സിംഗിൽ ഫീൽഡ് ആയതുകൊണ്ട് ഹാൻഡ് വാഷ് ചെയ്യുമ്പോഴും ക്ലോറക്സ് ഹാൻഡ് റബ്ബ് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും എന്നും പ്രാർത്ഥിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി അത് പൂർണ്ണമായും മാറിക്കിട്ടി. എൻ്റെ കൈ ഇപ്പോൾ നോർമൽ പോലെ ആയിട്ടുണ്ട്. കൂടാതെ ആത്മീയമായിട്ട് ഞാൻ ചെറുപ്പം മുതലേ ഒരു ദൈവത്തിലോട്ട് ഒരടുത്ത് നിൽക്കുന്ന വ്യക്തിയായിരുന്നെങ്കിലും ബൈബിളൊന്നും വായിച്ചിട്ടില്ല ഒരു ക്രിസ്ത്യാനിയായിട്ട്. പക്ഷേ ഉടമ്പടിയിലും ആയതിനെ പിന്നെ 3 പ്രാവശ്യം ഞാൻ ബൈബിൾ വായിക്കും. ഇപ്പോഴും റിപ്പീറ്റഡായിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണെങ്കിലും കുർബാന ഞാൻ മുടക്കാറില്ല, ഓൺലൈനിൽ പോവും. പറ്റാവുന്ന സമയങ്ങളിൽ അവിടെ കുർബാന നടത്തുന്ന സ്ഥലങ്ങളിൽ ആഴ്ചയിലും പോയി പങ്കെടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ എപ്പോൾ വന്നാലും 3ഉം 5ഉം കെട്ടും പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. ഇവിടെയും വിതരണം ചെയ്യും, അങ്ങോട്ട് കൊണ്ടുപോകും. പല ഭാഷകളിലും മലയാളം, തമിഴ്, ഫിലിപ്പിനോ, ഇംഗ്ലീഷ് എല്ലാവർക്കും വിതരണം ചെയ്യും. അവിടെ സൗദി ആണെങ്കിൽ പോലും ഞാൻ എപ്പോൾ പോയാലും എൻ്റെ ബാഗിൽ ഈ പത്രങ്ങൾ കൊടുക്കും. ലുലു മാളിൽ പോയാലും അവിടെ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കൃപാസനത്തെക്കുറിച്ച് പറയുകയും പത്രങ്ങൾ കൊടുക്കുകയും ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും പ്രാർത്ഥിച്ച് ഓരോരോ അനുഗ്രഹങ്ങൾ അവർക്കും ലഭിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ ഒത്തിരി സുഗന്ധാഭിഷേകം പല തവണയായിട്ട് എനിക്കും ലഭിച്ചിട്ടുണ്ട്. മാതാവിനും ഈശോയ്ക്കും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. സങ്കീർത്തനം 3:3. ദൈവമാണ് നമ്മുടെ രക്ഷാകവചമെന്നും നമ്മെ കാക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നുമാണ് ഓരോ ദൈവിക സാക്ഷ്യങ്ങളും ദൈവാനുഭവങ്ങളും നമ്മുടെ ഇവിടെ ഓരോ ദിവസവും നമ്മൾ സാക്ഷ്യത്തിൽ കേൾക്കുന്നത്. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളായാലും ദൈവം നമ്മുടെ സംരക്ഷകനും ബലവും പ്രത്യാശയുമാണെന്നാണ് നമ്മൾ ഓരോ വ്യക്തികളുടെ സാക്ഷ്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളെ ശിരസ്സുയർത്തി നിർത്തുന്നതോ ദൈവമാണ്. ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. നമ്മുടെ കരം പിടിച്ച് ഈശോയിലേക്ക് നമ്മെ നയിക്കുന്നത് അമ്മ മാതാവ് നമ്മെ രക്ഷകനായ കർത്താവിലേക്കുള്ള സുരക്ഷിതമായ ഒരു അഭയസ്ഥാനമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈശോയിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. ജീൻ മേരി എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് അതുതന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ അനുഗ്രഹവും ലഭിച്ച ഒരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മ പറയണത്, നിൻ്റെ കൂടെയുണ്ട്. ഞാൻ കർത്താവായ ദൈവം, രക്ഷകനായ ദൈവം, സംരക്ഷകനായ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കി തരുന്നതും ഈ സുഗന്ധാഭിഷേകത്തിലൂടെയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാലും നമുക്കും വിശ്വസിക്കാം, നമ്മുടെ മഹത്വ ലോകത്തിൽ നിന്നല്ല, ദൈവത്തിൻ്റെ കൃപയിൽ നിന്നാണ്. വേദനയിലും കണ്ണീരിലും കൃപാസന മാതാവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ തളർന്ന തല ഉയർത്തുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ജീൻ മേരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, അവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.